ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ DFCAയിൽ ഫസ്റ്റ് ടോപ്പിക്ക് ലോജിക്കൽ ഗേറ്റ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ലോജിക്കൽ ഗേറ്റ്സ് എന്നാണെന്ന് ആദ്യം നോക്കാം. അതിൽ ബേസിക് ലോജിക്കൽ ഗേറ്റ്സ് ഉണ്ട്, യൂണിവേഴ്സൽ ലോജിക്കൽ ഗേറ്റ്സ് ഉണ്ട്, അതർ ലോജിക്കൽ ഗേറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബേസിക് ലോജിക്കൽ ഗേറ്റ്സ്. ബേസിക് ലോജിക്കൽ ഗേറ്റ്സിൽ വരുന്നത് മൂന്നെണ്ണമാണ്: ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്. ഇനി അടുത്ത് യൂണിവേഴ്സൽ ഗേറ്റ്സിൽ വരുന്നത് നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്. അതർ ഗേറ്റ്സ് ആണ് എക്സോർ ഗേറ്റ്, എക്സ്നോർ ഗേറ്റ്. അതിലാദ്യത്തെ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഗേറ്റ് ഈസ് ഹൈ 1 ഇഫ് ഓൾ ഇറ്റ്സ് ഇൻപുട്സ് ആർ ഹൈ. ദ ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഗേറ്റ് ഈസ് ലോ ഇഫ് എനി വൺ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ലോ. അതായത് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഇൻറ്റു ചെയ്യുന്നതിനാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റു ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സീറോ, ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം സീറോ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ഇനി അതിൻ്റെ ഇൻപുട്ടിൽ രണ്ടും ഹൈ ആണെങ്കിൽ ആണ് അതിൻ്റെ അകത്ത് അതായത് എല്ലാ ഇൻപുട്ടുകളും 1 ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് 1 എന്ന് പറഞ്ഞു വരുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം സീറോ ആണെങ്കിൽ പോലും അതിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. രണ്ടും ഇൻറ്റു ചെയ്യുന്നതിനെയാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആൻഡ് ഗേറ്റിൻ്റെ ലോജിക്കൽ ഗേറ്റ് വരയ്ക്കുന്നത് ഈ സിമ്പലിലാണ്. ആൻഡ് ഗേറ്റിൻ്റെ ലോജിക്കൽ ഗേറ്റ് വരയ്ക്കുന്നത് ഇതിൽ A ഇൻറ്റു B എന്നാണ് പറയുന്നത്. A ഇൻറ്റു B, പേയുടെ ഇൻപുട്ടും ബിയുടെ ഇൻപുട്ടും ഇൻറ്റു ചെയ്തിട്ട് അതൊരു ആൻഡ് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോഴാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതാണ് ആൻഡ് ഗേറ്റ്. ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണ് പറയുന്നത്. 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 0, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1. അതായത് നമ്മൾക്ക് ഇൻപുട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും 0 ഉണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. പിന്നെ ഇൻപുട്ടിൽ എല്ലാം 1 ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കുള്ളൂ. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രമാണിത് പറയുന്നത്. ടൈമിംഗ് ഡയഗ്രാം 0 0 1 1. അതായത് എയിൽ 0, ബിയിൽ 0. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0യും 0യും 0 തന്നെയായിരിക്കും. എന്നിട്ട് രണ്ടാമത്തെ ടൈമിലേക്ക് വരുമ്പോൾ A 0, B 1. അതിൻ്റെ ഔട്ട്പുട്ടും 0 ആയിരിക്കും, കാരണം ഒരു സ്ഥലത്ത് 0 വന്നു. ഇനി അടുത്തത് 1ഉം 0യും, അതിൻ്റെ ഔട്ട്പുട്ടും 0 തന്നെയാണ്, കാരണം ഇവിടെയും ഒരു സ്ഥലത്ത് 0 വന്നു. ഇവിടെ രണ്ടിടത്തും 1 അതുകൊണ്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് 1 എന്ന് പറഞ്ഞിരുന്നത്. ഇതാണ് ആൻഡ് ഗേറ്റ്. ഇനി അടുത്ത് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഓഫ് ഓർ ഗേറ്റ് ഈസ് ഹൈ ഇഫ് എനി വൺ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ഹൈ. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് 1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും 1 വന്നാൽ മതി, ഒരു ഇൻപുട്ടെങ്കിലും 1 വന്നാൽ മതി. ഇനി ഇത് 0 ആവുന്നത് എല്ലാ ഇൻപുട്ടും 0 ആകുമ്പോൾ മാത്രമാണ് ഇത് 0 ആവുള്ളൂ. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓർ ഗേറ്റിൻ്റെ സിമ്പലാണ്, ലോജിക്കൽ സിമ്പലാണ് ഇത്. ഇതിനകത്ത് എയും ബിയും, A പ്ലസ് ബി, എയും ബിയും ഒരു ഓർ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോഴാണ് അത് A പ്ലസ് ബി ആവുന്നത്. ഇതിൽ രണ്ടിൻ്റെയും, അതായത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും 1 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആവും. രണ്ടും 0 ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് 0 ആവുള്ളൂ. അതിൻ്റെ ട്രൂത്ത് ടേബിൾ പറയണേ 0 പ്ലസ് 0 0, 0 പ്ലസ് 1 1, 1 പ്ലസ് 0 1, 1 പ്ലസ് 1 1. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം 0യും 0യും 0, 0യും 1ഉം. എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1ഉം 0യും അതും 1 ആയിരുന്നു. 1ഉം 1ഉം 1 ആണ്. ഔട്ട്പുട്ട് 0 വരുന്നത് ആകെ എല്ലായിടും 0 ആകുമ്പോൾ മാത്രം. ഇനി അടുത്താണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് എന്ന് അതിൻ്റെ അടുത്ത്. ഇപ്പോൾ 0 എന്നുള്ളത് 1 ആവും, 1 എന്നുള്ളത് 0 ആകും. അതാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. 1 എന്നാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 0 എന്ന് പറഞ്ഞ് ആൻസർ വരും. നോട്ട് ഗേറ്റിൻ്റെ ലോജിക്കൽ സിമ്പലാണ് ഇത്. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ 0 എന്നുള്ളത് 1 ആവും, 1 എന്നുള്ളത് 0 ആവും. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാണിത്. ഇനി യൂണിവേഴ്സൽ ലോജിക്കൽ ഗേറ്റ്സ് ആണ് 2 നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. ആദ്യത്തെ നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ആൻഡ് ഗേറ്റ്. നോട്ട് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ആൻസർ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടണം. അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ
ഇത്രയാണ് ഒരു ആൻഡ് ഗേറ്റ്. ആ ആൻഡ് ഗേറ്റിൽ കിട്ടുന്ന ആൻസറിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തിവിടണം. അതിനെയാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ അറ്റത്തൊരു സർക്കിൾ പോലത്തൊരു ഇത് ഇട്ട് കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റ് ആവും. നമ്മൾ എയിനെയും ബിയിനെയും ഒരു ആൻഡ് ഗേറ്റിലൂടെ കടത്തിവിട്ടിട്ട് അതിൻ്റെ റിസൾട്ടിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തിവിടണം. അപ്പോഴാണ് നാൻഡ് ഗേറ്റ് ആവുന്നത്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ 0 × 0 നമ്മൾ ആൻഡ് ഗേറ്റിൽ 0 × 0 0 തന്നെയാണ്. ആ 0നെ നമ്മളൊരു നോട്ട് ഗേറ്റിലൂടെ കടത്തിവിടണം. 0നെ നോട്ട് ഗേറ്റിലൂടെ കടത്തിവിടുമ്പോൾ 0 ഇൻ്റർചേഞ്ച് ചെയ്ത് 1 ആവും. അങ്ങനെയാണ് ഇവിടെ 1 എന്ന് പറഞ്ഞ് കിട്ടിയത്. 0 × 1 0 × 1 0. 0നെ നോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ടു, അപ്പോൾ ഇവിടെ 1 കിട്ടി. 1 × 0 1 × 0 0. 0നെ നോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ടി, അപ്പോൾ 1. 1 × 1 1 × 1 1 ആണ്. 1നെ നോട്ട് ഗേറ്റിലൂടെ കടത്തിവിടുമ്പോൾ 0. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രം. പിന്നെ നോർ ഗേറ്റ് നോട്ട് പോലെ തന്നെ ഓർ ഗേറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു നോട്ട് ഗേറ്റ് കൂടി കണക്ട് ചെയ്യണം. അതായത് ഓർ ഗേറ്റിൻ്റെ റിസൾട്ടിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യണു. ആ പാസ് ചെയ്യുന്നതിനെയാണ് നോർ എന്ന് പറയുന്നത്. അതായത് എയിനെയും ബിയിനെയും ഒരു ഓർ ഗേറ്റിലൂടെ വിട്ടു, ആ കിട്ടുന്ന ആൻസറിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ വിട്ടു. അതാണ് നോർ ഗേറ്റ്. അതിൻ്റെ ട്രൂത്ത് ടേബിളാണിത്. 0 × 0 1. 0 × 0 0 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയാണ്. 0നെ നോട്ട് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ 1 എന്ന് പറഞ്ഞ് കിട്ടി. 0 + 1 0 + 1 1 ആണ്. 1നെ നോട്ട് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ 0 ആയി. 1 + 0 1 + 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1നെയും നോട്ട് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ 0 കിട്ടി. 1 + 1 1 + 1 1 ആണ്. 1നെയും നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ടു, അപ്പോൾ 0. ഇതാണ് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം.